നിങ്ങൾക്ക് വാട്സപ്പിന്റെ ബീറ്റ വെർഷൻ വേണോ? ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് ഈ ബീറ്റ വെർഷൻ എങ്ങനെ ചെയ്യാം, ബീറ്റ വെർഷൻ എങ്ങനെ ചെയ്യാന്ന്. ചിലർക്കൊരു സംശയം ഉണ്ടാവും, ബീറ്റ വെർഷനെ പറ്റി അറിഞ്ഞൂടാത്തവർക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ ബീറ്റ വെർഷൻ. അതായത് വാട്സപ്പ് അടക്കം പല ആപ്ലിക്കേഷനുകളും പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്യുന്ന നേരം അത് ആദ്യം വരിക ബീറ്റ വെർഷനിലാണ്. ബീറ്റ വെർഷനിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് നോർമൽ യൂസേഴ്സിലേക്ക് അത് വരും. അപ്പം പുതിയ പുതിയ ഫീച്ചറുകൾ നമുക്ക് ആദ്യം തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ബീറ്റ വെർഷനിൽ ജോയിൻ ചെയ്യണം. എന്നാൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോയി നമ്മൾ ബീറ്റ വെർഷനിൽ ജോയിൻ ചെയ്യാൻ നോക്കുന്ന നേരം അവിടെ എപ്പോഴും കാണിക്കുക ബീറ്റ പ്രോഗ്രാം ഈസ് കറന്റ്ലി ഫുൾ എന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും ബീറ്റ വെർഷൻ? നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനിലും ബീറ്റ വെർഷനിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് വാട്സപ്പ് ബീറ്റ വെർഷനിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്ന്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് ബീറ്റ വെർഷനിലേക്ക് ജോയിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ബീറ്റ വെർഷനിലേക്ക് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെ ചെയ്യുക ഒന്ന് നോക്കുക. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഉപയോഗിക്കുന്ന അതേ ഇമെയിൽ ID, ഗൂഗിൾ അക്കൗണ്ടും പാസ്വേഡും കൊടുത്ത് അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ഡെമോ ആയിട്ട് കാണാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ 3 ടാബ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ നടുക്കത്തെ ഈ ടാബിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബീറ്റ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണിക്കും. ഇതിലിപ്പോൾ വാട്സപ്പ് ഓൾറെഡി ഞാൻ ബീറ്റ വെർഷനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് കാണിക്കുന്നുണ്ട്. യൂട്യൂബ് എങ്ങനെയാ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പും ചെയ്യാം. ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒന്ന് പോയി നോക്കാം യൂട്യൂബ് എങ്ങനെ ഉള്ളതെന്ന്. പ്ലേ സ്റ്റോർ എടുത്ത് അതിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഇവിടെ കാണിക്കുന്നത് ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്നാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷനിൽ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് ലോഡിംഗ് ആയി ബിക്കം എ ബീറ്റ ടെസ്റ്റർ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലീവ് ദി പ്രോഗ്രാം എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒന്ന് പോയി നോക്കുക. അവിടെ എന്താ സംഭവം മാറിക്കൊന്ന് നോക്കുക. ഇവിടെ ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്ന് കാണിക്കുന്നിടത്തിൽ ജോയിനിങ് ബീറ്റ എന്ന് മാറി. ഇത് ജോയിൻ ആകാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈം ആകുന്ന വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റയിലേക്ക് മാറാം. പിന്നെ ബീറ്റ വെർഷനിലുള്ള എല്ലാ ഫീച്ചറുകളും നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ വാട്സപ്പ് നമുക്ക് ബീറ്റയിലേക്ക് മാറ്റി ഉപയോഗിക്കാം. വാട്സപ്പ് എന്നല്ല, ബീറ്റ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ആപ്ലിക്കേഷനും ഇതുപോലെ ബീറ്റയിലേക്ക് മാറ്റി ഉപയോഗിക്കാം. സംഭവം തിരിഞ്ഞോ? ഇത് ജോയിൻ ആയി കഴിഞ്ഞാൽ അപ്ഡേറ്റ് കാണിക്കും. അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ, എന്നാലാണ് ഫുൾ ബീറ്റ വെർഷനിലേക്ക് മാറും. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ? അപ്പൊ അങ്ങനെയുണ്ട്, എല്ലാവരും ബീറ്റ വെർഷനിലേക്ക് ജോയിൻ ചെയ്യുന്നില്ലേ? ജോയിൻ ചെയ്തോല് കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരം തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.